ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് കയ്പ്പ് പരമാവധി കുറച്ച് ഒരു കയ്പ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ. ഉപ്പേരിയിലേക്ക് വറവിടുന്നതിനായി 5 പച്ചമുളക്, അരക്കപ്പ് സവാള, അരക്കപ്പ് ചെറിയ ഉള്ളി, അരക്കപ്പ് നാളികേരക്കൊത്ത് എന്നിവ എടുക്കാം. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. വറവിടാനുള്ളത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് വഴറ്റിയതിനു ശേഷം ആദ്യം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായി വാടിക്കിട്ടിയാൽ സവാള ചേർത്ത് വഴറ്റാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നന്നായി വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി വാടി കിട്ടിയാൽ മതി കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടൊന്ന് വഴറ്റണ്ട. കയ്പ്പയ്ക്ക ഇപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്, എന്നാൽ മൊരിഞ്ഞിട്ടില്ല. തേങ്ങാക്കൊത്തൊന്നും ഇടാതെ ഉള്ളിയും കടുകും വറുത്തിട്ടാൽ ഈ കയ്പ്പയ്ക്ക ഭയങ്കര കയ്പ്പാവും. ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഈ വേവിൽ കഴിക്കണതാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ കുറച്ചും കൂടി ഒന്ന് വേവണം. ഈ വേവൊക്കെയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലത്തെ ആ വേവൊക്കെ മതി. പക്ഷേ ഞാൻ ഇന്ന് കുറച്ചും കൂടിയൊക്കെ മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതൊക്കെ പാടെ കൂട്ടി മൊരിഞ്ഞും കൂടി വരുമ്പോൾ നല്ല രസമാണ്. ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് ചെറിയ തീയിൽ സിമ്മിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. വിറകടുപ്പൊക്കെ ആണെങ്കിൽ നല്ല മൊരിഞ്ഞ് കിട്ടും. തീയൊക്കെ കെടുത്തിയ കനലിലിങ്ങനെ ഇട്ട് മൊരിച്ചെടുത്താൽ നല്ല രസമാണ്. ഈ രീതിയിലാണോ നിങ്ങളൊക്കെ കയ്പ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാറ്? ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ കയ്പ്പ നല്ല കമ്മി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയ കൊണ്ടുണ്ടാക്കാത്തവർ. വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.